ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ, എല്ലാപ്പോഴും പോകുന്ന വല്ല കോളേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ക്ലാസ്സിൽ കയറിയത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ, പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല. വേറൊന്നും കൊണ്ട് തന്നെയല്ല കേട്ടോ, ഞാൻ കുറെ കിടന്നുറങ്ങി, പിന്നെ മൂവിയൊക്കെ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ തന്നെ ഒരു മാവ് ഉണ്ട് കേട്ടോ, ആ മാവിന് നോക്കി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മാങ്ങാണ്ടി ആട്ടോ ഈ കാണുന്നത്. പിന്നെ കോളേജിൽ നിന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഒറ്റ നടപ്പായിരുന്നേ. ബസ് കാത്തിരിക്കുന്ന സമയത്താട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. എടാ, മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. അങ്ങനെ റൂമിൽ പോസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാട്ടോ നമുക്ക് ഒരു ഒറ്റ മൈൻഡിൽ ഭാരതീയ മാളിലേക്ക് പോകാൻ ഒരു പ്ലാൻ വന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ വസ്ത്ര പരിശോധനയാണ്. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, ഊബർ വിളിച്ച് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ ഫുഡ് കഴിക്കാന്. ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ പുതിയ ഡ്രസ്സ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ, കൊച്ചിന്റെ ഒരു പൊലിമ കണ്ടില്ലേ പുതിയ ഡ്രസ്സ് ഇട്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ആരും മൈൻഡ് ചെയ്താൽ നമുക്ക് കൊച്ചു തന്നെ നിർത്തിക്കോളും. അങ്ങനെ നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയ ഫുഡ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. എന്താണ് അമ്മയെ പറയാനുള്ളത്? സൂപ്പർ ഫുഡാണ്. അവളുടെ തീറ്റ ഉണ്ടില്ലേ, എന്താ പോളിങ്ങില്ലേ, നല്ല തീറ്റ തന്നെ അല്ലേ. അത് ആ മൂലക്കിരിക്കണ പെണ്ണുണ്ടല്ലോ, ഓളൊന്നും ഓർഡർ അത് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. എന്താ പോലെ നമുക്കറിയാം. ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സും പിന്നെ സാറിനെയാണ്. അങ്ങനെ സംസാരിച്ച് ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കടകൾ പൂട്ടി പോയിട്ട് പോലും നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്ര സമയമായില്ല, അപ്പൊ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. ബൈ.